ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. വോളറ്റിലിറ്റി ഡിസർവ് ചെയ്യുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം ഇന്ന് മന്ത്ലി എക്സ്പയറി, നിഫ്റ്റിയുടെ എക്സ്പയറി, ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ എക്സ്പയറി. എങ്കിലും മാർക്കറ്റ് ഇന്ന് 80 പോയിന്റ് ഇടിവിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 250 പോയിന്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി. സെൻസെക്സിൻ്റെ സ്പോട്ട് 76,479 നിഫ്റ്റി അവിടെ 23,866 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി 184 പോയിന്റിൻ്റെ ഒരു ഇടിവ് കണ്ടു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ആയിട്ട് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് നമ്മുടെ ഓട്ടോമൊബൈൽ കമ്പനീസാണ്. ഓട്ടോമൊബൈൽ കമ്പനീസ് ഇത് കാണാം. ടോപ്പ് ഗെയിനേഴ്സ്, ലൂസേഴ്സ് ഇപ്പോൾ കാണുന്നുണ്ട്. നിഫ്റ്റിയിൽ തന്നെ മാരുതി, ടൈറ്റാൻ, അദാൻ എൻ്റർപ്രൈസസ്, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ് എല്ലാം തന്നെ ടോപ്പ് ഗെയിനേഴ്സിലായിരുന്നപ്പോൾ അതേ ഓട്ടോ സെക്ടറിലുള്ള ഐഷർ മോട്ടോഴ്സ് 4.75 ഇടിഞ്ഞു. ഇൻഫോസിസും ടി സി എസും ഇപ്രോയും IT സെക്ടറിൽ നിന്ന് ഇടിഞ്ഞു. അപ്പോൾ IT സെക്ടറിൽ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഒരു ദിവസം, അതിനൊരു സ്ട്രെങ്തനില്ല. പിന്നീട് അത് വീണ്ടും വീക്കാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അപ്പോൾ IT ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ മുന്നോട്ട് പോകാനായിട്ട് മടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ടർ. അത് മാറ്റി നിർത്തിയാൽ ഓട്ടോ സെക്ടറെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങളിൽ എങ്കിൽ കൂടിയും ഒരു കണ്ടിന്യൂസ് ബൈങ് കാണാറുണ്ട്. നമുക്ക് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ബിഗിനിങ് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ പ്രധാന ഇവൻ്റ് ഇല്ല. എന്നാൽ US നോക്കുകയാണെങ്കിൽ ജോബ് ഡേറ്റ ഉൾപ്പെടെയുള്ള ഒരുപാട് കീ ഇവൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ യുദ്ധത്തിൻ്റെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇറാനും US തമ്മിലുള്ള മധ്യസ്ഥ ചർച്ച ദോഹയാണിപ്പോൾ, ഖത്തറാണിപ്പോൾ. ഈ ഖത്തറിൽ ഉള്ള ദോഹയിലാണ് ഈ ഒരു മധ്യസ്ഥ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത്. പക്ഷേ നേരിട്ടല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്. നേരിട്ട് വന്നിരുന്നു. ഇറാൻ നേരിട്ടുള്ള ചർച്ചക്ക് ഇനീഷ്യലി മടി കാണിച്ചു. പിന്നീട് നേരിട്ടുള്ള ചർച്ച പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടത്തി. പക്ഷെ അത് ഫെയിലായി. ഇപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ അമേരിക്കയുടെ ഒരു നേരിട്ടുള്ള ചർച്ച വേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഖത്തർ ഉള്ളത്. പക്ഷേ ഈ ഖത്തർ ഇറാൻ്റെ ഒരുപാട് ഫണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അൺഫ്രീസ് ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ എല്ലാം തന്നെ US ഖത്തറിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഡെലിഗേറ്റ്സും തന്നെ ഖത്തറിൽ എത്തിയിട്ടില്ല. ഹോർമുസിലെ കൺട്രോള് ഇറാന് വേണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം. നമ്മൾ വളരെ റീസെൻ്റായിട്ട് കണ്ടത് സിംഗപ്പൂർ ഷിപ്പിനെ ഇറാൻ ആക്രമിച്ചത് ഹോർമുസ് തുറന്നതിന് ശേഷമാണ് ആക്രമിച്ചത്. അതായത് തുറന്നെങ്കിൽ കൂടിയും ഇറാൻ പറയുന്ന ഒരു പാതയിലൂടെ പോകണമെന്ന് ഇറാൻ പറയുമ്പോൾ US പറയുന്നു അത്തരത്തിലുള്ള പാതയൊന്നും പിന്തുടരേണ്ട, ഓരോ രാജ്യങ്ങൾക്കും. ഹോർമസ് ഒരു ഫ്രീ സോൺ ആണല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ പോകണമെന്ന് US ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതൊരു പെട്ടെന്ന് തന്നെ അത് ഒരു സോൾവ് ആവുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. സോൾവ് ആവട്ടെ. എനിവേ മാർക്കറ്റ് ഒരു പരിധി വരെ ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4027 തിരിച്ചു കയറി. സിൽവറും തിരിച്ചു കയറി 1.25%. ബിറ്റ് കോയിൻ കാണാം ഏകദേശം 60,000 താഴെയാണ്. ബ്രന്റ് ഓയിൽ 74. നാച്ചുറൽ ഗ്യാസ് 2% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറിലും തന്നെ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ഓസ്ട്രേലിയ ഇടിഞ്ഞു, എന്നാൽ കൊറിയയും ജപ്പാനും കയറി. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ആയതില്ല. ഏറ്റവും അവസാനം കാണുന്നത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. മിക്സ്ഡ് അല്ല, നമ്മൾ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഡാക്സ് എല്ലാം തന്നെ 1.3% ഒരു റാലിയിലാണ് നിലവിലുള്ളത്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ. ഇനി നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സുകൾ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതും ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച സപ്പോർട്ടോട് കൂടിയിട്ട് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കാം. ഫസ്റ്റ് കമ്പനി നമ്പർ ഉണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോയാലോ. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. കൊട്ടാക് ബാങ്ക് 282 കോടി രൂപയുടെ ഓർഡർ ഡ്യൂറ്റ്സ് ബാങ്കായിട്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനീസിന് 1000 കോടി രൂപയുടെ ഓർഡർ പവർ ഗ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. പാരാസ് ഡിഫൻസ് കമ്പനി ഇവർ ഗരുഡൻ 1 ഡ്രോൺ അവർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഇവർ ധാരണയായിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. അഫ്കോൺ ഇൻഫ്ര കമ്പനിക്ക് 150 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സീഗിൾ ഇന്ത്യ കമ്പനി ഇവർക്ക് 331 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റെയിൽടെൽ കമ്പനിക്ക് 27 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഡിക്സൺ ടെക് ഇവർ വിവോ ആയിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. സിസ്ലോൺ എനർജി 105 മെഗാവാട്ടിൻ്റെ ഒരു ഓർഡർ കിട്ടി. വാരിസ് എനർജിക്ക് 232 മെഗാവാട്ടിൻ്റെ സോളാർ ഓർഡർ കിട്ടി. യെസ് ബാങ്ക് 16,000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നു. KPT ടെക് കമ്പനി ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഒന്ന് കുറച്ചു. സ്റ്റോക്ക് നിന്ന് 6% ഇടിവ് രേഖപ്പെടുത്തി. അരവിന്ദ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് നിന്ന് 7% റാലി രേഖപ്പെടുത്തി. സാഗൽ പ്രീപെയ്ഡ് കമ്പനി ഇവർ
അപ്പക് ഫിനാൻഷ്യലായിട്ടൊരു ഒരു ഓർഡർ സൈൻ ചെയ്തു, ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു, സ്റ്റോക്കിൽ നിന്ന് 4% റാലി രേഖപ്പെടുത്തി. ശില്പ മെഡിക്കെയർ കമ്പനി ഇവർക്ക് ഓറിയൻ കോർപ്പറേഷനായിട്ട് ഒരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. കുറഞ്ഞ സമയത്ത് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് എടുക്കാൻ കുറച്ച് സമയമുണ്ടെങ്കിൽ കൂടിയും ഇത് കളക്ട് ചെയ്യാനായിട്ട് ഭീകരമായ സമയം വേണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു ഓൾ.